ഹായ് ഫ്രണ്ട്സ്, നമ്മൾ തൃശ്ശൂർ മൃഗശാല കാണാൻ വന്നതാണ്. അപ്പോൾ ഒന്നും പാപ്പൂസിന് ക്ലാസ്സില്ല, അപ്പോൾ ഒന്ന് തൃശ്ശൂർ മൃഗശാല വരെ ഒന്ന് പോയി നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വന്നതാണ്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ട് ടിക്കറ്റ് എടുത്ത് നമുക്ക് അകത്തേക്ക് കയറാം. അപ്പോൾ ഇന്ന് എന്തായാലും ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ എല്ലാവരും കാണാം. അങ്ങനെ നമ്മൾ ആദ്യം കണ്ടത് ഇവിടെ ഒട്ടക പക്ഷീനെയാണ്. ഒട്ടക പക്ഷീനെ കണ്ടപ്പോൾ പാപ്പൂസ് പേടിച്ച് മാറി നിൽക്കുകയാണ്. അതിങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ മൊബൈലിൽ ഫോട്ടോ എടുക്കേണ്ട, മൊബൈലിൽ അത് കൊത്തി കൊണ്ടുപോകുമെന്നാണ് പറയണത്. അപ്പോൾ ഞങ്ങൾ ഒട്ടക പക്ഷീനെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് നേരെ നമ്മൾ നടന്ന് തൊട്ടടുത്തുള്ള കുറേ മാവുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കുറേ കൂടുകളിൽ നിന്നൊക്കെ മൃഗങ്ങളെ കൊണ്ടുപോയി. പുതിയ മൃഗശാല ഇവിടെ തൃശ്ശൂരിൽ നിന്ന് അടുത്ത് പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് കുറേ മൃഗങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ കുറേ കൂടുകൾ കാലിയാണ്. ഇവിടെ ഒരു ഹിപ്പോപ്പൊട്ടാമസ് 2 കിടക്കുന്നുണ്ട്. അങ്ങനെ ആ കാഴ്ചകളെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ മ്ലാവിനെയും ഹിപ്പോപ്പൊട്ടാമസിനെയും കണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ട ഈ കൂടൊക്കെ കാലിയായിട്ട് കിടക്കുകയാണ്. ഇവിടെ കുറേ മാനുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ തൊട്ടപ്പുറത്തെ കൂട്ടിൽ കുറച്ച് മാനുകളുണ്ട്. അവരിനെ നിങ്ങളിങ്ങനെ കാണാം. ആ ഗ്രില്ലിൻ്റെ കൂടെ നോക്കി കാണാൻ പറ്റും. പിന്നെ കുറച്ച് ആമകളെയൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണാൻ ആഗ്രഹിച്ച സാധനത്തിനെ കണ്ടു. കടുവേനെ കണ്ടു. കടുവേനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ 2-3 കടുവയുണ്ട്. അപ്പോൾ ഇതേ കടുവ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കൂട്ടിലത്തെ കടുവയാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അടുത്തേക്ക് വരുമ്പോൾ തന്നെ പേടിയാവും കൂട്ടുക. അപ്പോൾ നമ്മൾ ഇതിനെ കാട്ടിലേക്ക് വെച്ച് കാണുമ്പോൾ എന്തൊരു ഭീകരതയായിരിക്കും അല്ലേ. ഞങ്ങളിതിനെ കണ്ടപ്പോൾ പറയുകയാണ്, നമ്മൾ കാട്ടിലേക്ക് വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ കാണുമ്പോഴത്തെ ഒരു അവസ്ഥ ആൾക്കാർ പേടിക്കണതൊക്കെ ആലോചിക്കുകയാണ്. ഇത് വലിയൊരു സംഭവമാണ്. കാണുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ എന്തൊരു വലിപ്പമാണ് ഇതിനെ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്ന ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക.